Hey all, welcome back to my YouTube channel. Hope you are doing good. So ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒത്തിരി നാളായിട്ട് ഗോവ പോകാനായിട്ട് പ്ലാൻ ചെയ്ത ലാസ്റ്റ് വർക്കല വന്നെത്തിയ ഒരു വ്ളോഗാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു പോയത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഹോട്ടലിൽ പോയിട്ട് വേഗം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് 2 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ. ആ നേരം ഫുഡൊക്കെ കഴിച്ച പിന്നെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മളെല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് വളരെ ബ്ലണ്ടറായിട്ട് നമ്മൾ 3 ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യാനായിട്ടൊക്കെ പോയി. അതിൻ്റെ ഒരു ഫൈറ്റ് സീനാണ് ഗോപിനിയും ഷൈനിയും തമ്മിൽ നടന്നിട്ടിരിക്കുന്നത്. അതിന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലേക്ക് പോവുകയാണ്. സോ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്തത്, ലിവ് ഇൻ ഐറ. സോ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് നമ്മളിന്ന് എടുത്തത്. സോ നമുക്കറിയാവുന്ന ഒരു മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ ആണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ വന്നു, നമ്മളിവിടെ ചെക്ക് ഇൻ ഒക്കെ ചെയ്തേ പിന്നെ നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയി. കുറേ നേരം നമ്മളിവിടെ പുറത്തൊക്കെ നിന്നു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് റൂമൊക്കെ ബുക്ക് ചെയ്ത് പിന്നെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ വിഷു ആണ് എന്നുള്ളൊരു കാര്യം. സോ വിഷു നമ്മളായിട്ട് കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ട്രഡീഷണലായിട്ട് എയറൊക്കെ എടുത്തിട്ട് വന്നു. കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ എടുത്ത് വിഷു അങ്ങ് വൈബാക്കിയേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈവനിങ്ങിന് ശേഷമേ നമ്മൾ ബീച്ചിലേക്കൊക്കെ ഇനി ഇറങ്ങത്തുള്ളൂ. സോ കുറേ പിക്സൊക്കെ എടുത്തു. ഷൈനി ഇവിടെ ഫോട്ടോയൊക്കെ എടുത്ത് തകർക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ വിഷു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ടയർഡായി. മീൻ മൈ ഫ്രണ്ട് കോപിക. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. വെയിലായത് കാരണം തന്നെ ഇപ്പം എന്തായാലും ബീച്ചിലേക്ക് പോവില്ല എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ നേരം റൂമിലൊക്കെ ഇരുന്നു. നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ പുറത്തൊക്കെ പോയി കുറച്ച് നേരം എക്സ്പ്ലോറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്പ്ലോർ ചെയ്യാം ഇൻ ദ സെൻസ് വീണ്ടും പോയി കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. ഞാനും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയുണ്ടായിരുന്നു. ഇനിയും കുറേ സമയമുണ്ടല്ലോ ബീച്ചിൽ പോകാൻ. അങ്ങനെ സമയം തീർക്കാനായിട്ട് നമ്മളിവിടെ സ്വിങ് ഒക്കെ ചെയ്തു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു. വേഗം നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒരു കട്ടടിച്ച് പോയി നിൽക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഫോട്ടോസ് എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് തന്നെയായിരുന്നു നമ്മൾ മാറി മാറി കുറേ നേരം നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ സ്പോട്ടിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് ബാത്റൂമിൽ ഈ ഒരു മിറർ ഞാനങ്ങ് ഒബ്സസ്ഡ് ആയി പോയായിരുന്നു. ഞാൻ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇതാണ് ഗെറ്റ് റെഡി വിത്ത് അസ്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ട് റെഡി ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ക്ലിഫിലോട്ട് തന്നെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആ ഒരു ചേട്ടൻ ഓട്ടോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവിടെ യൂബറൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് ഓട്ടോ ചേട്ടൻ വന്നു. നമ്മൾ ഫൈനലി ക്ലിഫിലോട്ട് പോവുകയാണ്. ഒത്തിരി നാളായി വർക്കിലേക്ക് വന്നിട്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടി വാക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഈ സൈഡിലുള്ള കുറേ സ്റ്റോഴ്സിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്നേ പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പിന്നെ ഒന്ന് പാനിപൂരി കഴിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ പാനിപൂരി ആയില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം വാക്കായിരുന്നു. പിന്നെ ഒരു ബർഗറൊക്കെ കഴിക്കാൻ തോന്നി. ബർഗറും അതുപോലെ തന്നെ കേക്കൊക്കെ വാങ്ങി ബർഗറും കേക്കൊക്കെ വാങ്ങി കഴിച്ചു. പാരാഗ്ലൈഡിങ് ചെയ്യണം എന്നൊരാഗ്രഹമായിട്ടാണ് വന്നത്. പക്ഷേ എന്തായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. പിന്നെ നമ്മൾ നിന്നപ്പോൾ സമയം പോയതങ്ങ് അറിഞ്ഞില്ല. ബീച്ചിലോട്ട് വന്നു. നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു. കുറേ നേരം നമ്മൾ ബീച്ചിൽ നിന്നിങ്ങനെ ഓരോ സ്റ്റോറീസൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഒത്തിരി നാളായി നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ നിന്നിട്ടിപ്പോൾ
ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തായത് കാരണം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് വരാനായിട്ടുള്ളൊരു അവൈലബിലിറ്റി വല്ലപ്പോഴല്ലേ കാണത്തുള്ളൂ. അങ്ങനെ തിരികെ ഫുഡ് കഴിക്കാനായിട്ട് പോകാം എന്ന് വിചാരിച്ചു. ഈ സ്റ്റെപ്സൊക്കെ കയറി ഒരു വഴിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ഷോപ്പിലെത്തി. ഒരു കോൾഡ് കോഫി കുടിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി. അങ്ങനെ കോൾഡ് കോഫി എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നു. വളരെ ലൈറ്റായിട്ട് എന്തായാലും കുടിച്ചിട്ട് പോകാമെന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ വന്നത്. എന്തായാലും നല്ലപോലെ ഡിന്നർ കഴിച്ചിട്ട് തിരികെ പോകാനായിട്ടുള്ളൊരു പ്ലാനായിരുന്നു. കാരണം നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഒത്തിരി നേരം ഈ ലൈറ്റിംഗ് നല്ല ഭംഗിയുണ്ട്, പക്ഷെ ലൈറ്റിംഗ് ഒക്കെ അടിച്ച് കണ്ണൊക്കെ വല്ലാത്തൊരു ഹെവി മോഡിലായിരുന്നു. നമ്മളെന്തൊക്കെയായിരുന്നു ചെയ്തിട്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ പ്രത്യേകിച്ച് വേറെ ഐഡിയ ഒന്നുമില്ല. ടു ബി ഫ്രാങ്ക്, നമ്മൾ ഒത്തിരി നേരം നിന്ന് തളർന്നു. അങ്ങനെ കൂൾ കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് വ്യാജേനെ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടിയായിട്ടാണ് നമ്മളിവിടെ വന്നത്. വിശപ്പും ദാഹവും ഒക്കെ കാരണമാണോ എന്നറിയില്ല, എനിക്ക് കോൾഡ് കോഫി ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ കോൾഡ് കോഫിയൊക്കെ കുടിച്ച പിന്നെ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കഫേ ഇറ്റാലിയനോയിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ പതിയെ ഓരോ സ്ഥലത്ത് നിന്ന് പോസ് ചെയ്ത് ആണ് നമ്മൾ പോയത്. കുറച്ച് നേരം വീണ്ടും നിന്നു, ഇരുട്ടത്ത് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചു. അങ്ങനെ നമ്മുടെ സ്നാപ്ചാറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐ ഡോണ്ട് നോ ദ നെയിം ഓഫ് ദിസ് ഫ്ലവർ, ആ ഫ്ലവറൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ വെച്ച് കൊള്ളാവോ എന്നൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ നടന്നു പോകാൻ നേരത്തായിരുന്നു ഞാൻ ഹെയർ ബ്രൈഡിങ് ചെയ്യുന്ന ഒരു ചേച്ചീനെ കണ്ടു. ചേച്ചി 250 റുപ്പീസ് 300 റുപ്പീസൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. സോ ഐ വാസ് ബിറ്റ് കൺഫ്യൂസ്, ചെയ്യണോ വേണ്ടേന്ന്. പിന്നെ ഞാൻ അങ്ങ് നിന്ന് ബാർഗെയിൻ ചെയ്തു 150 130 റുപ്പീസിനെങ്ങാണോ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫൈനൽ ലുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഗോപികടുത്തും ഷൈനിയുടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന്. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം കളർഫുള്ളായിട്ട് ചെയ്തോളാൻ. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് 2 സ്ട്രാൻഡ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയ്ത് ഏതാണ്ട് കഴിയാറായിട്ട് ആയി. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ബീച്ചിലെങ്ങാനും പോകുമെങ്കിൽ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ബ്രൈഡിങ് ഒക്കെ ചെയ്യണമെന്ന്. സോ ഫൈനലി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ മിററൊക്കെ എടുത്ത് നോക്കി. ഐ റിയലി ലൈക്ക്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ നടന്നു കുറേ നേരം നടന്നു. അങ്ങനെ നമ്മൾ ഫൈനലി കഫേ ഇറ്റാലിയാനോയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മേലെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവിടെ ഒരു ലൈബ്രറി പോലൊരു ചെറിയ സ്പേസ് എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ തന്നെ ഐ റിയലി നീഡ് ടു സിറ്റ് ഹിയർ. പക്ഷേ ബാക്കി എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ മേലിലൊരു കോർണർ പ്ലേസ് നോക്കി എവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡറൊക്കെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. സോ വി ഓർഡേർഡ് 1 പാസ്ത ആൻഡ് ഒരു പിസയും ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇവിടേക്ക് വന്നിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ തിരികെ പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. ഇനി വീഡിയോ എടുക്കാനായിട്ട് വയ്യ. ഇനി ബാക്കി പോയിട്ട് എനർജി ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ റൂമിലൊക്കെ എത്തിയ പിന്നെ കുറച്ച് നേരം പൂളിലൊക്കെ ഇറങ്ങി. പിന്നെ ഡെഡ് ടയേർഡായിട്ട് എല്ലാവരും ഓരോ സ്റ്റോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി. അങ്ങനെ എണിച്ചു. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണി വരെ എങ്ങാനേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം വേഗം എണിച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയിലാണ്. ഇനി വേഗം പോയി ഒന്ന് ബ്രഷൊക്കെ ചെയ്യണം. ഞാൻ രാവിലെ എണിച്ചപ്പോൾ തന്നെ നോക്കിയത് എൻ്റെ ബ്രെയിഡൊക്കെ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നാണ്.
സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ദിസ് ഈസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിലാകപ്പാടെ കുറച്ച് വാട്ടർമെലനും കോഫിയും മാത്രമാണ് ഞാൻ കുടിച്ചത്. അങ്ങനെ എല്ലാവരും പാക്കപ്പൊക്കെ ചെയ്ത് തിരികെ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാനും ഡ്രസ്സൊക്കെ ചെയ്തു. പക്ഷെ ഡെഡ് ടയേർഡാണ്. കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ 11 മണിക്ക് ഇറങ്ങി കൊടുക്കേണ്ടത് കാരണം നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ട ഓട്ടോ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഫൈനലി സ്റ്റേഷനിലെത്തി ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വർക്കല വ്ളോഗ്. ഹോപ്പ് യു ആൾ ഹാവ് എൻജോയ്ഡ് our വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.